നമസ്കാരം. ഞാൻ നിൽക്കുന്നത് കൊല്ലം വടക്കേവിള വലിയ കൂലമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടെ വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. മലയാളം മണ്ണിൽ ആദ്യമായി അതിപവിത്രവും അതിപുരാതനവുമായ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം ഇവിടെ നടക്കാൻ പോവുകയാണ്. 2025 ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെയാണ് നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടക്കുന്നത്. ദക്ഷിണ കേരളത്തിലെ പവിത്ര ഭൂമിയായ കൊല്ലം വടക്കേയുള്ള വലിയ കോലമായിക്കുളം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ശ്രീ രാമചന്ദ്ര വൈദിക പീഠത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടക്കുന്നത്. ഈ മനുഷ്യായുസ്സിലെ ഏറ്റവും മഹനീയമായ മഹായാഗ കർമ്മത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലം ജില്ലയിലെ കൂനമ്പായകുളത്ത് മഹാദേവി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ മാസം 25-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടക്കുകയാണ്. ആ നക്ഷത്ര ഇഷ്ടിയാഗത്തിന് കാർമ്മികത്വം വഹിക്കാനുള്ള ചുമതല എന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. 25-ാം തീയതി മുതൽ നടക്കുന്ന നക്ഷത്ര സത്ര ഇഷ്ടിയാഗവുമായി ബന്ധപ്പെട്ട് നിരവധി ഉപയാഗങ്ങൾ യാഗശാലയിൽ നടക്കുന്നുണ്ട്. ആ യാഗശാലയിൽ നടക്കുന്ന ഉപയാഗങ്ങളിൽ പ്രധാനപ്പെട്ടത് മഹാപുരുഷ സൂക്തയാഗം. വേദമന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് പുരുഷ സൂക്തം. ഈശ്വരാരാധനയ്ക്ക് പുരുഷ സൂക്തത്തിനപ്പുറത്ത് വേറൊരു മന്ത്രവും പറയുന്നില്ല. സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യങ്ങൾക്കും വേണ്ടി മഹാപുരുഷനെ ധ്യാനിക്കുന്ന മന്ത്രമാണ് പുരുഷ സൂക്തം. അപ്പം നമ്മൾക്ക് സർവ്വവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി മഹാപുരുഷ സൂക്തയാഗത്തോടു കൂടി നമ്മൾ യജ്ഞം ആരംഭിക്കും. അതിനുശേഷം നമ്മളുടെ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആ നവഗ്രഹങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള അടുത്ത ദിവസത്തെ ഹോമം ഉണ്ടാകും. അതുകൂടാതെ നമ്മൾ അമാവാസി തുടങ്ങിയ തിഥികളിൽ നടത്തേണ്ട ചില വിശേഷപ്പെട്ട ഇഷ്ടികളും ആ കൂട്ടത്തിൽ നടന്നു പോകും. അതുകൂടാതെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പുത്രകാമേഷ്ടി യാഗം എന്നാണ്. അപ്പോൾ യാഗശിഷ്ടമായിട്ടുള്ള ഹവിസ് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോമയാഗം പോലുള്ള അല്ലെ അതിരാത്ര പോലുള്ള യാഗങ്ങളിൽ ഈ യാഗശിഷ്ടമൊക്കെയുള്ള ഹവിസ് ഭക്ഷിച്ച് സന്താനങ്ങളുണ്ടായിട്ടുള്ളതായിട്ടൊക്കെ ചരിത്രങ്ങളല്ല ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. പിതൃക്കൾക്ക് മോക്ഷം നൽകുന്നതിന് പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ വിധമായിട്ടുള്ള എല്ലാ യാഗങ്ങളും യാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യജന്മത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് ഇത്ര വളരെ സുലഭവും സൗകര്യവുമായിട്ട് കിട്ടുകയാണ്. യാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അരണി കിടഞ്ഞ് അരണിയിൽ നിന്നെടുക്കുന്ന തീ. അരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ടി വടക്കോട്ട് വീണ ആലിൻ്റെ കഷ്ണം എടുത്ത് അത് അരണി പോലെ ആക്കി ആ അരണി കടഞ്ഞാണ് നമ്മൾ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. അപ്പോൾ അഗ്നി ജ്വലിപ്പിക്കുന്നതിന് നമുക്ക് കുതിര വേണം, പശുക്കുട്ടി വേണം, കാളക്കുട്ടി വേണം. ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയൊക്കെ നിർത്തി അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോടുകൂടിയാണ് അരണി കടഞ്ഞ് ഈ അരണിയിൽ കടഞ്ഞ് ആ അഗ്നിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട ചടങ്ങുകളെല്ലാം ചെയ്യുന്നത്. ഈ ഇഷ്ടിയാഗം നമുക്ക് അതിദുർലഭമായിട്ട് കിട്ടുകയുള്ളൂ. ഇനിയിപ്പം കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നക്ഷത്ര സത്ര ഇഷ്ടിയാഗം ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ഇനിയൊരവസരം നമുക്ക് എന്ന് ലഭിക്കുന്നൊന്നും പറയാൻ ഒക്കത്തില്ല. സോമയാഗം നമ്മൾ 2018-ലാണ് കൊല്ലം ജില്ലയിൽ നടന്നത്. അതിനുശേഷം ഇപ്പം നക്ഷത്ര സത്ര ഇഷ്ടിയാഗം വരുന്നു. ഇതിൽ നിന്ന് വരുന്ന പുകകൾ ശ്വസിക്കുക, ആ വേദമന്ത്രധ്വനികൾ കേട്ട് നമ്മുടെ മനസ്സിനെ ഉന്മേഷമാക്കുക, ഇതൊക്കെയാണ് ഈ യാഗങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാനൊക്കുന്നത്. അപ്പോൾ ആ യാഗത്തിലേക്ക് എല്ലാവിധമായിട്ടുള്ള സഹകരണവും അത് കണ്ട് ദർശിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പുണ്യവും ആ ധൂമത്തിൻ്റെ ഗന്ധമേറ്റ് നമ്മുടെ മനസ്സിനെ സാന്ത്വനമാക്കി നമുക്ക് ജീവിതത്തിന് ഉയർച്ചയുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും കൂനമ്പായക്കുളത്തമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന നക്ഷത്രയാഗത്തിൽ എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വലിയൂരമ്പായക്കുളം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിൽ ശ്രീരാമചന്ദ്ര വൈദിക പീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ഏപ്രിൽ മാസം 25 മുതൽ മെയ് മാസം 3 വരെ കേരളത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന നക്ഷത്ര സത്ര ഇഷ്ടിയാഗം ഉത്തരേന്ത്യയിലെ പ്രമുഖരായ വൈദിക ശ്രേഷ്ഠന്മാരുടെ ആഭിമുഖ്യത്തിൽ 9 ദിവസമായി നടക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ എല്ലാ കൂനമ്പായകുളത്തമ്മയുടെ വിശ്വാസികളും ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് തദവസരത്തിൽ ഭക്തിയോടെ എല്ലാ ഭക്തജനങ്ങളെ അറിയിച്ചുകൊള്ളുകയാണ്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന വിശിഷ്യ കൊല്ലം ജില്ലയിലെ നടക്കുന്ന പ്രമുഖമായ ഈ നക്ഷത്ര സത്ര ഇഷ്ടിയാഗത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സമ്പുഷ്ടമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ യാഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.